നമ്മൾ 17ാമത്തെ ദിവസം കേട്ടോ, യാത്രയുടെ 17ാമത്തെ ദിവസമാണ്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിലാണ് നമ്മളുള്ളത്. ഇപ്പം മണി ഇപ്പോഴത്തെ സമയത്രയുടെ 9:15 മണി. നമ്മൾ പുറത്തിറങ്ങി, ഫ്രഷായി പുറത്തിറങ്ങി. ഇന്നലെ രാത്രി ക്ഷേത്രം പോയി കണ്ടു, പുറത്തുനിന്നൊക്കെ പ്രാർത്ഥിച്ചു. ഇതുണ്ടോ, മഞ്ഞു മൂടിയ മലനിരകൾ, ഭയങ്കര തിരക്കാണ്. ഇന്നലെ പൂരാ തിരക്കായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ ആളുകളൊക്കെ ക്യൂ നിന്ന് 3 മണിക്ക് തന്നെ അമ്പലത്തിൽ പോയി ക്യൂ നിൽക്കും. എന്നിട്ട് കുറേ മണിക്കൂറോളം ക്യൂ നിന്ന് തൊഴുതു അവരൊക്കെ തിരിച്ചു പോയി. അതുകൊണ്ട് കുറേ സ്ഥലമൊക്കെ ഇപ്പോൾ കാലിയാണ്. എന്നാലും നിറയെ വണ്ടികളൊക്കെ എപ്പോഴും ഉണ്ട്. കണ്ടോ, മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ. രാവിലെ താരതമ്യേന ഈ സമയത്ത് ഒരല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ റോഡ് മാനാ വില്ലയിലേക്ക് പോകുന്നതാണ് നേരെ. ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നൊക്കെയാണ് മാനാ വില്ലയിൽ അറിയപ്പെടുന്നത്. ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് കേട്ടോ. ഡെറാഡൂണിൽ നിന്നും ബദ്രിനാഥിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. 4-5 മണിക്കൂറത്തെ ഫ്ലൈറ്റ് ആണ് പറയുന്നത്. അത് ഉത്തരാഖണ്ഡ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് അത് ചെയ്യുന്നത്. ഇടയ്ക്ക് ഫട്ട എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ബദ്രിനാഥിൽ ഹെലിപാഡ് ഉണ്ട്. അപ്പോൾ ഹെലിപാഡിൽ ലാൻഡ് ചെയ്തിട്ട് ഹോട്ടലിൽ പോയി ഫ്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകാം. सिर्फ इसने बस बार लगा रखा और बस बार के बगल में एक बॉक्स को टांग रखा। അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. നിറയെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ, നിറയെ ഹോട്ടൽസ് ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, ഫുഡിനൊന്നും ഒരു പഞ്ഞമില്ല. ഇതാ ഇത് കണ്ടോ, ആ മഞ്ഞുമല ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് കണ്ടോണ്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ എന്താണ്, ബട്ടർ റൊട്ടി അല്ലേ, ബട്ടർ റൊട്ടി ആലു കറിയാണ് പറഞ്ഞേക്കുന്നത്. ആലു അല്ല, സോറി, ഡാൽ ഫ്രൈ എന്നിട്ട് പരിപ്പ് കറി. നീ എവിടെ ഇരുന്നേ നോക്കട്ടെ, ഈ വ്യൂ ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒരാളെ ചുവന്നെടുക്കുന്നുണ്ടോ. വയസ്സായ ആളുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കും കേട്ടോ. പാവങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ പാവമാണ് കേട്ടോ. ആ അമ്മയ്ക്കൊരു 70-80 കിലോ വെയിറ്റ് ഉണ്ടാവും. ഒരു 50-60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ് ചുമക്കുന്നത്. 1500 രൂപയാണ് കേട്ടോ. ഇത് കണക്ക് ഇങ്ങനെ കൊണ്ടുപോകും ഒരാളെ കൊണ്ട്. സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. ഒരാൾക്ക് 1500 രൂപ. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇരുത്തി ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അതെ അതെ, ആ സന്യാസി ഇരിക്കുന്നുണ്ടോ. ശരീരമാകെ വസ്ത്രം പൂശിയ സന്യാസി. ചിലരൊക്കെ അദ്ദേഹത്തെ തൊഴുന്നുണ്ട്. ചിലരൊക്കെ നടന്നൊക്കെ ഇവിടത്തേക്ക് വരുന്നത് ഞാൻ വഴി വെച്ച് കണ്ടായിരുന്നു. ഇവിടെ വന്ന് സന്യാസ ജീവിതം നയിക്കുമായിരിക്കും. അങ്ങ് മലയുടെ മുകളിൽ ടെൻറ്റുകൾ കാണാം. ടെൻറ്റിൽ താമസിക്കാം. ഈ സ്വന്തമായിട്ട് ടെൻറ്റൊക്കെ കൊണ്ടുവരുന്നവർ ഇതും അവിടെ ടെൻറ്റ് അഴിച്ചു മാറ്റുകയോ ടെൻറ്റ് കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുകളിൽ കാണാം. പക്ഷെ ഭയങ്കര വ്യൂ ആണ്. പക്ഷെ തണുപ്പെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ടെൻറ്റിൽ എങ്ങനെ ഈ തണുപ്പത്ത് താമസിക്കും എന്നുള്ളത് സംശയമാണ്. ഇതാണ് ബദ്രിനാഥ് ക്ഷേത്രം.
ഇന്ന് പകലും നല്ല തിരക്കാണ്, ഇന്നലെ രാത്രിയും ഭയങ്കര തിരക്കാണ്. 10 മണിക്കും ഭയങ്കര തിരക്കായിരുന്നു. ഇതാ ഇപ്പോൾ മണി 10 ഇപ്പോഴും ഭയങ്കര തിരക്ക് തന്നെയാണ്. ക്യൂ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, നല്ല ക്യൂ ആണ്. അളകനന്ദ നദിക്ക് കുറുകെ ഒരു പാലമുണ്ട്, അത് കടന്നാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. യെസ്, ഇന്ത്യയിലെ 4 ധാമുകളിൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി. താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ വലത് ഭാഗത്തായിട്ട് ഇങ്ങനെ സന്യാസിമാർ ഭിക്ഷാന്തേഹികളായി ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ ഉണ്ട്. ആണ് തപ്തകുണ്ടാണ് കേട്ടോ, തപ്തകുണ്ട്. കുണ്ടെന്ന് വെച്ചാൽ കുളമെന്നാണല്ലോ. തപ്തകുണ്ട് ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം. ഇത് മോളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ചൂടുവെള്ളം. ഭയങ്കര തിരക്കായോണ്ട് ഒരു വിഷയമില്ല. തപ്തകുണ്ട് നല്ല ചൂടാണ് കേട്ടോ. മോളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതൊരു ഭയങ്കര സംഭവമാണ്. എന്താ അതിന്റെ വലിയ ശാസ്ത്രം എന്നറിയാൻ വയ്യ. എങ്ങനെ ഇവിടെ വെള്ളം ചൂടായി വരുന്നു എന്നറിയില്ല. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തുണിക്കടവുണ്ട് കേട്ടോ. ഇത് തപ്തകുണ്ട് ഒരു ഭാഗം, അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഈ ഭാഗത്ത് സ്ത്രീകൾക്ക് കുളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനടുത്തെത്തി. ഭയങ്കര ക്യൂ ആണ്. ബദ്രിനാഥ് ക്ഷേത്രം. അതെ, ഇവിടെ ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ പാപനാശത്തൊക്കെ ചെയ്യില്ലേ, നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ചെയ്താൽ ആത്മാവിന് പുണ്യം, മോക്ഷം കിട്ടുമെന്നാണ്. ഇത് അളകനന്ദ നദിയാണ് കേട്ടോ, അളകനന്ദ നദി. ഞാൻ ആ നദി ഒന്ന് തൊട്ടിട്ട് കേട്ടെ. കലങ്ങി ഒഴുകുകയാണ്. കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുളിക്കുന്നില്ല, കലങ്ങി ഒഴുകുകയാണ്. മലയെന്ന് ഒഴുകി വരുന്നതാണ്. ഇതിന്റെ പുറത്ത് കിടക്കട്ടെ, പുണ്യ നദിയല്ലേ. ഇതാണ് ബ്രഹ്മകപാൽ എന്നറിയപ്പെടുന്നത്. ബ്രഹ്മകപ്പൽ അല്ലേ, ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അളകനന്ദയുടെ തീരം ഇടത് ഭാഗത്ത് ഇങ്ങനെ ബലിതർപ്പണത്തിന്റെ ഘട്ടമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മകപ്പൽ എന്ന് വിളിക്കുന്നത്. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ
പറഞ്ഞു. അപ്പോൾ നമ്മൾ ബദ്രീനാഥിൽ നിന്ന് നമ്മുടെ മാന വില്ലേജിലേക്ക് പോവുകയാണ്. മാന വില്ലേജ് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആണെന്നും പറയുന്നുണ്ട്. ഇപ്പൊ അടുത്തിടെ എങ്ങാണ്ട് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് ആയിട്ട് പ്രഖ്യാപിച്ചില്ലേ, അങ്ങനെ എന്തോ. അപ്പൊ നമ്മൾ മാന വില്ലേജിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ ആദ്യ വില്ലേജ് ആണ് മാന വില്ലേജ്. ഇതാ ഇവിടെ ഗ്ലേസിയർ വന്നിട്ടേ, ഗ്ലേസിയർ ഇങ്ങ് താഴെ എത്തി. റോഡ് അങ്ങ് ബ്ലോക്ക് ആയപ്പോൾ വണ്ടി കൊണ്ടുവന്ന് JCB മറ്റോ കൊണ്ടുവന്ന് മഞ്ഞ് തുരന്ന് മാറ്റി. മഞ്ഞിന്റെ ഇടയിൽ കൂടെയാണ് നമ്മള് പോണത്. കണ്ട, ഇത് ആദ്യമായിട്ടല്ലേ, ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്ടാ. മഞ്ഞിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകൾ. അടിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ടോ? അടിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ടോ? ഭഗവാനെ, ഇത് ഇടിഞ്ഞകാലം വീഴോ പുറത്തുകൂടാ. ഇല്ല, നോക്കാം. കണ്ടിട്ടേ KL 11 കേരള പാലക്കാട് എന്നുണ്ടോ ഒരു സുഹൃത്ത് വന്നു. വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ആക്ച്വലി KL 9 പാലക്കാട്. ദിസ് ഇസ് കോഴിക്കോട് രജിസ്ട്രേഷൻ. बट एक्चुअली दिस गाड़ी पालक्काड़ में है. हाँ, यहीं लगा लो. Nowadays I am settled in Shivpuri, Madhya Pradesh, Gwalior. Gwalior. I am eye surgeon. okay. You worked in Ahilya? I worked in Ahilya, Kerala. Okay. I did surgeries in Palakkad, Kozhikode, Mannarghat, Kottayam. And I was there in Coimbatore also, Lotus also. So how many years did you spend in Kerala? Around 5 years. 5 years. Okay. And suppose you know Kerala very well. Kerala is Kerala is beating in my heart. Kerala is second home to me. Okay. So you took your car from Gwalior to here. So It is around 1168 kilometers. I am having Endeavour, Ford Endeavour. There. So we came by this car. Actually, this is about 5,000 kilometers till now. Nice to meet you, sir. What do you do? We are teachers. Good. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വില്ലേജായ മാന വില്ലേജിലെത്തി. മാന വില്ലേജിൽ ഇവിടെ ഒരു ആദ്യത്തെ ചായക്കട ഉണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ചായക്കട എന്നൊക്കെ പറയും. ഒരുപാട് ചായക്കടകളുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ ചായക്കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു ചായക്കടയിൽ കയറി ഒരു സാദാ ചായയും ഒരു കട്ടൻ ചായയും ഒരു മോമോസും കഴിക്കുകയും. സൗമ്യ, നമ്മൾ ഇന്ത്യയുടെ ആദ്യത്തെ വില്ലേജിൽ നിന്നുള്ള മോമോസും കട്ടൻ ചായയും സാദാ ചായയും കഴിക്കണം കേട്ടോ. ഒരാൾ മോമോസ് കണ്ടിട്ട് ഇതാണ് ശ്രീ ഗണേഷ് ഗുഫ എന്ന് വെച്ചാൽ ശ്രീ ഗണേഷ് ഗുഹ, ശ്രീ ഗണേഷ് കേവ്. ഇതിൻ്റെ പ്രത്യേകത, വ്യാസമഹർഷി മഹാഭാരതം ഗണപതിക്ക് പറഞ്ഞു കൊടുത്തു. ഗണപതി ഇവിടെ ഇരുന്ന് എഴുതി എന്നാണ് പറയുന്നത്. ഈ ഗുഹയിൽ വെച്ചാണത്രേ വ്യാസമഹർഷി മഹാഭാരതം ചൊല്ലിക്കൊടുത്ത് ഗണപതി അത് എഴുതിയത്. അപ്പോൾ ഗണപതിയെ കൊണ്ട് എഴുതിച്ചത്, ഗണപതി വിഘ്നേശ്വരനാണല്ലോ, തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പം മഹാഭാരതം ഒരു ഇതിഹാസമാണല്ലോ. അത്രയും വലിയൊരു ഇതിഹാസം എഴുതണമെങ്കിൽ ഗണപതി തന്നെ വേണം.
ഈ ശ്രീ ഗണേഷ് ഗുഫ അല്ലെങ്കിൽ ശ്രീ ഗണേഷ് കേവിനോട് ചേർന്ന് തന്നെ വ്യാസ കേവും ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഭീംപൂൽ എന്നാണ്. ഭീംപൂൽ എന്ന് വെച്ചാൽ ഭീം ബ്രിഡ്ജ് എന്നാണ്. പഞ്ചപാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപദിക്ക് ഈ പുഴ കടക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഭർത്താവായ ഭീമൻ ഒരു വലിയ പാറ കൊണ്ടുവന്ന് ആ നദിക്ക് കുറുകെ ഇട്ടു. അങ്ങനെ അതൊരു ബ്രിഡ്ജ് പോലെ ആവുകയും ദ്രൗപദി പുഴയ്ക്ക് അക്കരെ പോവുകയും ചെയ്തു അത്രേ. ഇതാണ് അതിൻ്റെ പുരാണം. അങ്ങനെയാണ് ഇതിനെ ഭീംപൂൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ വച്ചാണ് സരസ്വതി നദിയും അളകനന്ദയായിട്ട് കൂടിച്ചേരുന്നത്. ഈ കാണുന്നത് സ്വർഗാരോഹൺ മാർഗ്ഗമാണ് കേട്ടോ. മാന വില്ലേജിൽ നിന്നും കുറച്ചുകൂടെ നമ്മൾ ടിബറ്റൻ അതിർത്തിയിലേക്ക് പോകുന്ന വഴിക്കാണ് സ്വർഗാരോഹൺ മാർഗ്. ഇത് പറയാൻ കാര്യം പഞ്ചപാണ്ഡവർ അവരുടെ ഭാര്യയായ ദ്രൗപദി കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്വർഗത്തിലേക്ക് നടന്നു പോയത് ഈ വഴിയിലൂടെയാണ് അത്രേ. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്വർഗാരോഹൺ മാർഗ്ഗം എന്നറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ബദ്രിനാഥിനോട് വിട പറയുകയാണ്. മാന വില്ലേജ് ഒക്കെ കണ്ടു. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ റോഡിൽ അല്പം തിരക്ക് കുറവുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. തൂക്കിയെറിയുന്നുണ്ട്, ഒരു പയ്യനെ തൂക്കിയെറിയുന്നുണ്ട്. നല്ലൊരു ഫസ്റ്റ് വില്ലേജ്. ഇവിടെ ഫോട്ടോ ഉണ്ടേ. നമ്മൾ 17ാമത്തെ ദിവസമല്ലേ? 17ാമത്തെ ദിവസം. അപ്പം നമ്മൾ ബദ്രിനാഥിൽ നിന്ന് പോവുകയാണ്. നമുക്ക് പോകേണ്ടത് കേദാർനാഥിലേക്കാണ്. അപ്പോൾ ആ സ്ഥലത്തിന് പേര് ഗോപേശ്വർ അല്ലേ? ഗോപേശ്വർ ചെന്നിട്ടാണ് നമുക്ക് ഗുപ്തകാശിയ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് തുംഗനാഥ് ആ റൂട്ട് വഴിയാണ് നമുക്ക് ഇവിടെ പോകേണ്ടത്. ഇവിടെ നമ്മുടെ കേദാർനാഥിലേക്ക്. നല്ല വ്യൂ ആണ്, അടിപൊളിയാണ്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം തണുപ്പ് വന്നില്ല. അപ്പം നമ്മൾ ബദ്രിനാഥിൽ നിന്ന് ഇറങ്ങിയേക്കാം. ബദ്രിനാഥിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ 70 കിലോമീറ്റർ ആയി. അപ്പം നമ്മൾ ഗോപേശ്വറിലേക്ക് പോവുകയാണ്. ഗോപേശ്വറിലേക്ക് പോയിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ഒരു നല്ല രസമുണ്ട്. ആംബിയൻസ് മൗണ്ടൻസ് ഒക്കെ ഇല്ല, നല്ല മൗണ്ടൻസ് മുന്നോട്ട്. അപ്പോൾ ഈ കടയിൽ നിന്ന് ചായ നമുക്കിനി ഗോപേശ്വർ ചെന്നിട്ട് ഒരു വഴിയുണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട് കേദാർനാഥിലേക്ക്. അല്ലെങ്കിൽ വീണ്ടും കർണപ്രയാഗി വന്നിട്ട് പോകണം. എന്തായാലും അവിടെ ചെന്നിട്ട് അന്വേഷിക്കണം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. അതൊരു ഹെയർ പിൻ ബെൻഡാണ്. വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ 17ാമത്തെ ദിവസമാണ്. നമ്മൾ ബദ്രിനാഥിൽ നിന്ന് വന്നു. ഇപ്പോൾ ഗോപേശ്വർ എന്ന സ്ഥലത്താണുള്ളത്. ബദ്രിനാഥിൽ നിന്ന് 92 കിലോമീറ്റർ അകലെയാണ് ഗോപേശ്വർ. അപ്പോൾ അവിടെ നമ്മളിതാ ഒരു ഹോട്ടൽ എത്തിയിരിക്കുകയാണ്. മധുബൻ ഹോട്ടൽ എന്നാണ് എൻ്റെ പേര്. മോണ്ടവയിലുള്ള പുതിയ ഹോട്ടലാണ്, കുഴപ്പമില്ല. ഗോപേശ്വറിലെ മധുബൻ ഹോട്ടൽ ആണ് നമ്മൾ ഇന്നിവിടെ താമസിക്കുന്നത്. ഇതാണ് റൂം. കൊള്ളാം, പുതിയ ഹോട്ടലാണ്.
ഓക്കെ